ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കോവയ്ക്ക ഉപ്പേരിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കോവയ്ക്ക റെസിപ്പിയാണിത്. ഇത് ഞാൻ ഏകദേശം ഒരു 10-25ഓളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതും കൂടി നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അല്പനേരം ഇത് കിടന്ന് വേവട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. വളരെ ടേസ്റ്റുള്ള ഒന്നാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.